ഹലോ, ഹെഡ്മേലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായിട്ട് വരുന്നത്. ആരും പിണങ്ങല്ലേ. അപ്പൊ ഇതെന്താണെന്നറിയോ? നമ്മുടെ ലിസ്റ്റിൽ ഉള്ള പുതിയൊരു ഐറ്റമാണ് ചോളത്തിന്റെ പുട്ടുപൊടി. ധാരാളം പേര് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കൂടാതെ വേറെയും ധാരാളം സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ഞാൻ പറയാം. ഈ ചോളത്തിന്റെ പുട്ടുപൊടി എന്ന് പറയുന്നത് ഞാൻ പുട്ടിന് വേണ്ടി സാധാ അരിപ്പൊടി എളുപ്പത്തിൽ നനയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് ഇതുപോലെ കട്ടയായാലും പേടിക്കണ്ട, അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി അടച്ചു വെച്ച ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാമെന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതറിയാത്ത ധാരാളം പേരുണ്ടായിരുന്നു കേട്ടോ. അവര് ട്രൈ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ പുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ സെയിം വീഡിയോ ഫേസ്ബുക്കിലും ഇട്ടപ്പോൾ പലരും പല രീതിയിൽ നല്ലതെന്നും പറഞ്ഞു, വിമർശിച്ചവരും ഉണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോഴാണോ മനസ്സിലായത്? ഞങ്ങൾ വർഷങ്ങളായി ഇങ്ങനെയാണ് ചെയ്യുന്നത്, കടയിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറ്റത്തുള്ളൂ, വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് പറ്റില്ല. പല രീതിയിലുള്ള കമന്റ്സ് ആയിരുന്നു ഫേസ്ബുക്കിൽ വന്നത്. ഞാൻ വിചാരിക്കും ഞാനൊരു വീഡിയോയും ഇട്ട് ചെയ്തത് അബദ്ധമായി പോയെന്ന്. നിങ്ങൾക്ക് എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ കടകളിൽ നിന്നുള്ള അരിപ്പൊടി ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതായിരുന്നു യൂസ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട്, എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട്. നമുക്കിപ്പോ കട വന്നു. കട വന്നതിൽ പിന്നാണ് ഇടയ്ക്കൊക്കെ കടയിൽ ഈസ്റ്റേണിന്റെ പൊടിയാണ് മേടിച്ചു വെക്കുന്നത്. ഇടയ്ക്കൊക്കെ ആ പൊടിയെടുത്ത് പുട്ടുണ്ടാക്കാറുണ്ട്. ബാക്കിയെല്ലാം ഞാൻ മില്ലിൽ നിന്നും മേടിക്കുന്ന പൊടിയാണ് എടുക്കുന്നത്. അതായത് നമ്മൾ തന്നെ കഴുകി പൊടിപ്പിച്ചെടുക്കുന്നത്. ആ അരിപ്പൊടിയിൽ തന്നെയാണ് ഞാൻ ആ മെത്തേഡ് ട്രൈ ചെയ്തിട്ടുള്ളതും സക്സസ് ആയിട്ടുള്ളതും. പക്ഷെ തരി ഇത്തിരിയെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ അരിപ്പൊടിയിൽ അത് നടക്കത്തില്ല കേട്ടോ. അത് കറക്റ്റ് ആണ്. അപ്പൊ കുറെ പേര് നമ്മളെ എന്താണ് എന്താ കളിയാക്കുന്ന രീതിയിൽ, വീട്ടിലുള്ളതും കൊണ്ട് ഇങ്ങനൊന്നും പറ്റത്തില്ല, വെള്ളമായി പോവും, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നേ ആയിരിക്കാം, അതിപ്പോ ഞാൻ എന്ത് ചെയ്തു, എന്റെ തെറ്റാണോ, ഞാൻ അത് നല്ലൊരു ഇതല്ലേ, അറിയാത്തവരൊക്കെ മനസ്സിലാകുമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല, പുറത്തുനിന്ന് മേടിക്കുന്ന പൊടികളെല്ലാം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കവറിൽ പോലും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ അന്നേരം കമന്റ്സ് വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. എനിക്കത് അറിയില്ലായിരുന്നു സത്യമായിട്ടും. അപ്പൊ അതങ്ങനെ ഒരു കഥ. ഉം. അങ്ങനെ നമ്മുടെ പൊടി നനച്ചു, നല്ല കറക്റ്റ് ആയിട്ട് കിട്ടി. അത് ചിരട്ടക്കൂട്ടിനകത്തോട്ട് വെച്ചു. ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടി കേട്ടോ. യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തീർന്നു. അതിനുശേഷം അടുത്ത ബോട്ടിലോട്ട് വീണ്ടും അടുത്ത ബാച്ച് പൊട്ടിച്ചിട്ടു. ഇത് കുറേ നാളത്തേക്ക് കാണും കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. പിന്നീട് ഇപ്പൊ അങ്ങ് മടുത്ത ജോസാൻ ഇപ്പം ചോറിന്റെ കൂടെ അല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുമല്ലോ, അതുപോലെ അടുക്കളയിലോട്ട് വരും, ഒരു സ്പൂൺ എടുക്കും, ഇത്തിരി അങ്ങോട്ട് എടുക്കും, ഇല്ലേ ജാം ഒക്കെ തൊട്ട് കഴിക്കുന്ന കണക്ക്. അങ്ങനെയാണ് ജോസാൻ ഇപ്പൊ കഴിക്കുന്നത്. അപ്പൊ ദാ നമ്മുടെ ചോളത്തിന്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് മാത്രമായിട്ടും ചെയ്യാറുണ്ട്. നമ്മുടെ പുട്ടുപൊടിയിലിട്ട് മിക്സ് ചെയ്തും ചെയ്യാറുണ്ട്, ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്യാറുണ്ട്. കടലക്കറി ഉണ്ടായിരുന്നു, വേണോന്ന് ചോദിച്ചിട്ട് ജോസാനെ വേണ്ട, അത് മാത്രമായിട്ട് അങ്ങനെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് കഴിക്കുവാണേ. ഇരുന്ന് കഴിക്കുക. എവിടെയെങ്കിലും സിറ്റൗട്ടിൽ കാണാൻ പോയിരിക്കെങ്കിൽ അല്ല, ഇവിടെ ഇരി, നിന്ന് കഴിക്കുവാണോ? അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. ഇത് മാത്രമായിട്ടോ മറ്റുള്ള അരിപ്പൊടി, സാധാ അരിപ്പൊടി, ചമ്പാ പുട്ടുപൊടി, അങ്ങനെയുള്ള ഏത് പുട്ടുപൊടിയുടെ കൂടെയും മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാമേ. ഇത് ഞാൻ മിക്കവാറും കാണിക്കുന്നതാണല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. നമുക്ക് സ്പ്രൗട്ട്സ്, അതായത് പയറ് ഐറ്റംസ് കുരിപ്പിച്ചത് ഞാൻ മിക്കവാറും ചെയ്യുന്നതാണ്. ഇത് വൻപയറിന്റെയാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് തോരൻ വെക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിയിട്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഒരു ദിവസം മീൻ മേടിച്ചായിരുന്നു. അപ്പൊ പിന്നെ ഇത് വിചാരിച്ചു, ഇത് അതും തീരെ പറ്റിക്കുമായിരുന്നു മീൻ മേടിച്ചതേ. അതിന്റെ വീഡിയോ അതല്ല ഇന്നത്തെ വ്ളോഗ്. അപ്പൊ പിന്നെ വിചാരിച്ചു, എങ്കിൽ രണ്ടുകൂടെ തോരൻ വെക്കണ്ട, ഇതിനെ എനിക്കൊന്ന് കുരിപ്പിക്കാമെന്ന്. ഇത് തലേന്ന് രാത്രി മൊത്തവും കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേന്ന് തോരൻ വെക്കണ്ട എന്നുള്ള ചിന്ത കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ കെട്ടഴിച്ചപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. നന്നായിട്ട് അതിന്റെ മുള വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോംബെയിലായിരുന്ന സമയത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ, 20 രൂപ, 30 രൂപ, പല തരത്തിലുള്ളത്. അപ്പോ ഇത് ഇപ്രാവശ്യത്തെ പയർ അത്ര നല്ലതല്ല കിട്ടിയത്. അത് വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിന്റെ പന്നലായിട്ടുള്ളത്, അതായത് മോശമായിട്ടുള്ളത്, ചിലർ ചോദിക്കും പന്നലോ അതിന്റെ അർത്ഥം എന്തുവാണെന്ന്. പല നാട്ടിലും പല ഭാഷയല്ലേ. അപ്പൊ മോശമായിട്ടുള്ള പയറൊക്കെ പെറുക്കി കളഞ്ഞ് കല്ലുമൊക്കെ മാറ്റി കളഞ്ഞിട്ട് സോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടത്. എന്നിട്ടും അതിനിടയ്ക്ക് മോശം പയറുകൾ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ പയർ വളരെ മോശമാണ് കിട്ടിയത്. എന്നാൽ ഒരു 3 കിലോ മേടിക്കുകയും ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയർ. ഈ പയർ തോരനും ചമ്മന്തിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പക്ഷെ ഈ ഒരു ഇത് കണ്ടതോടെ എന്റെ മനസ്സേ
മടുത്തു പോയെന്ന് പറയുന്നതാ ശരി. കാരണം കുറേ സമയം ഇരുന്ന് ആ, നുള്ളി പറക്കണം, അതൊന്നും നമുക്ക് തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് കുറേ ദിവസമായി കേട്ടോ, നമ്മുടെ മുളക് ചെടിക്കൊക്കെ ഇത്തിരി വളം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ അതിന്റെ മൂട്ടിലെ മണ്ണൊക്കെ ഇത്തിരി കുറഞ്ഞു വരുന്നതായിട്ട് എനിക്കൊന്ന് തോന്നി. കാരണം ഡെയിലി ഞാൻ പോയി പറിക്കുന്നതല്ലേ, ആഴ്ചയിൽ ഒരിക്കലാണ് പറിക്കുന്നത് കേട്ടോ. അത് പറിച്ച് ബോട്ടിലാക്കി വെക്കും, പിന്നെ അടുത്ത ആഴ്ചയായിരിക്കും പറിക്കുന്നത്. നന്നായിട്ട് എനിക്ക് ഇത്രയും മാസങ്ങളായി ഞാനിപ്പം പച്ചമുളക് മേടിച്ചിട്ട് കാന്താരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് മണ്ണും, കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോ ആട്ടിൻപുഴുക്ക കൊണ്ടുവന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞതാണ് അതും. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ കമ്പോസ്റ്റും ഞാൻ അതിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് അതിനകത്ത് ഞാൻ എല്ലാം ഇടാറുണ്ട്. ഓറഞ്ച് തൊലി, നാരങ്ങാത്തൊലി, പിന്നെ മീന്, ബീഫ് ഇങ്ങനെയുള്ളതൊന്നും ഇടാറില്ല. ഞാനിത് സ്റ്റോറിലാണ് വെച്ചിരിക്കുന്നത്, പുറത്ത്. അപ്പൊ അതിന്റെ പുറത്തൂടെ എങ്ങാനും വലിഞ്ഞു കയറി പൂച്ച എങ്ങാനും അകത്ത് കയറി ശല്യം ചെയ്താലോ എന്ന് വിചാരിച്ചാണ് അതൊന്നും ഇടാത്തത്. നല്ല വളമാണ് കേട്ടോ, എനിക്ക് ധാരാളം കമ്പോസ്റ്റ് ഉണ്ട് എന്റെ കയ്യില്. അപ്പോ അത് രാവിലെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ പുതിയ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നെന്ന് പറഞ്ഞത്, പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ഫ്ലാക്സ് സീഡ് ഉണ്ടോ, ചിയ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, തിന, ചാമേരി, ഇങ്ങനെ കുറെ മില്ലറ്റ്സ്, അതുപോലെ തന്നെ ഫിഗ്, അത്തിപ്പഴം, വാൾനട്ട്, ലോട്ടസ് സീഡ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ ഉടൻ വരുന്നുണ്ട്. ഞാൻ അതൊക്കെ റെഡി ആവുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാമേ. അപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് കാണണമെന്നുള്ളവര് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എനിക്കൊരു ഹായ് തന്നാൽ മതി. ഞാൻ നിങ്ങളെ ആഡ് ചെയ്തേക്കാം. ഞാൻ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും ഇല്ല, സ്റ്റാറ്റസ് ആണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. രാവിലെ എല്ലാവർക്കും അതെല്ലാം ഇട്ടുകൊടുത്തു. ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. പയറ്, വെണ്ടയ്ക്ക, നല്ല നാടൻ വെണ്ടയ്ക്ക, പിന്നെ പഴം വേറെ ഉണ്ടായിരുന്നു, കിട്ടിയ ഉടനെ 2-3 എണ്ണം അകത്താക്കി. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എങ്കിൽ ജോസാന് പഴം കൂട്ടി കഴിച്ചുകൂടായിരുന്നോ എന്ന്. അത് അന്നത്തെ ദിവസമല്ല, പിറ്റേന്നത്തെയാണ് കേട്ടോ. ഈ ക്ലിപ്പ് ഇടയ്ക്കൊന്ന് കയറ്റിയെന്നേ ഉള്ളൂ. അത്രയും മാത്രമായിട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതും കൊണ്ട്. അപ്പൊ ഇന്ന് ഇത് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, കപ്പ. ഞങ്ങളുടെ നാട്ടില് കപ്പ ചീനി എന്ന് പറയും, ചില നാട്ടില് പൂളക്കിഴങ്ങെന്ന് പറയും, തൊണ്ടൻ എന്ന് പറയും. അപ്പൊ അത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തു. അതിനകത്തേക്ക് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും ഒഴിച്ച് അത് വേവിക്കാനായിട്ട് ഞാൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കുക്കറിൽ ഡിപ്പെൻഡ് ആണ്. 2-3 വിസിൽ നന്നായിട്ട് വേവണം. അതിനുശേഷം അതിന്റെ അരപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം, നമ്മുടെ മനോധർമ്മം അനുസരിച്ച് എടുക്കാം. ഇപ്പോഴത്തെ വില കൂടി എല്ലാ വീട്ടമ്മമാർക്കും മനസ്സിൽ ഉണ്ടായിരിക്കും എത്രയാണെന്ന്. മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, നല്ല ജീരകം, അതിനുശേഷം വെളുത്തുള്ളി, പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില അരച്ച് ചേർത്താൽ അത് സൈഡിൽ എടുത്ത് കളയത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കാന്താരി. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങ് ഭസ്മം പോലെ അങ്ങ് അരയണ്ട, നമ്മള് പരിപ്പ് കറിക്കൊക്കെ അരയത്തില്ലേ, അതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അവിയലിന് അരയ്ക്കുന്ന പരുവം, അങ്ങനെയും പറയാം. അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തു. അതിനുശേഷം അതിന്റെ വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞു. കപ്പ എങ്ങനെ ചെയ്താലും അതിന്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുന്നത് നന്നായിരിക്കും, കാരണം അതിനൊരു കട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പലരും കപ്പയുടെ ഡിഷസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം ഊറ്റിക്കളയാതെ. എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. അപ്പൊ ഇത് തലേന്ന് വൈകിട്ട് കപ്പ പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ 2-3 കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. അതങ്ങനെ വെച്ചിരുന്നാൽ അങ്ങനെ അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ അങ്ങ് ഉടച്ച് ചേർത്തു. അതിനുശേഷം നമുക്ക് എത്ര ഉടയണോ അതനുസരിച്ച് ഉടച്ച് ചേർക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് കൊഴുപ്പിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഉപ്പും ആവശ്യമനുസരിച്ച് ചേർക്കാം. ഒത്തിരി അങ്ങ് ഉടയണ്ട, പകുതി കഷ്ണങ്ങളും പകുതി ഉടഞ്ഞതും, അതാണ് എനിക്കിഷ്ടം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കറി നിങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പല നാട്ടിലും വെച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിരുന്നു, അതിന്റെ വീഡിയോ ചെയ്തിരുന്നു എന്ന് എനിക്ക് ഒട്ടും ഓർമ്മയില്ല കേട്ടോ. ചക്ക കൊണ്ട് നമ്മളിങ്ങനെ കറി വെക്കാറുണ്ട്, കപ്പ കൊണ്ട് പൊതുവേ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അന്നൊരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വീണ്ടും ഒന്ന് ചെയ്യാമെന്ന് വെച്ചത്. അപ്പൊ ചട്ടിക്കകത്തേക്ക് ഒരു സൗന്ദര്യത്തിന് വേണ്ടി ഒഴിച്ചെന്നേ ഉള്ളൂ, യാതൊരു നിർബന്ധമില്ല വേറെ പാത്രത്തിൽ മാറ്റണമെന്ന്. ആ കുക്കറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം കുറച്ചുകൂടെ ഒന്ന് ഉടയ്ക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഒന്ന് ഉടച്ചു. ഈ സമയം കൊണ്ട് മീൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നു കേട്ടോ, അതിന്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഡിഷ് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ വീണ്ടും പറയുന്നു, കപ്പ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. അതുപോലെ തന്നെ
ആഹ് ഇതല്ലാതെ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണം. അത് വായിക്കുന്നവർക്ക് ഉപകാരമാവും, എനിക്കും ഉപകാരമാവും. ആ രീതിയിൽ എനിക്ക് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മൾ അരപ്പൊഴിച്ച ശേഷം അത് ഒത്തിരി അങ്ങ് വേവണ്ട, ഒരു തിള വന്നാ മതി. നല്ലതുപോലെ ഒന്ന് ആവി വരണം. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് അതിൽ നിന്ന് ആവി വന്നിട്ടുണ്ട്. ഒരു തിള തുടങ്ങിയതേ ഉള്ളൂ. അരപ്പ് നന്നായിട്ട് വേവണം, അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം കടു താളിച്ചിടണം. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ദൈവമേ ഇങ്ങനെയും കറി ഉണ്ടോന്ന്. ഓരോന്നും നമ്മൾ ചെയ്തു നോക്കുമ്പോഴല്ലേ അറിയുന്നേ കൊള്ളാമോ ഇല്ലയോ എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു കറിയാണ്. പക്ഷെ ചക്കക്കറിയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എന്റെ ഉത്തരം. രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ചക്ക കൊണ്ടുള്ള കറി തന്നെയാണ് ഇഷ്ടം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, അതിനുശേഷം കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം. ഇത് സവാളയാണ് കേട്ടോ, കൊച്ചുള്ളി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം ഒരു എരിശ്ശേരി ടൈപ്പ് എന്ന് പറയാം കേട്ടോ. തേങ്ങ എത്ര ഇടുന്നു അതനുസരിച്ച് ടേസ്റ്റും കൂടും. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ലേശം മുളക് പൊടി, കറിക്ക് എരി കുറവാണെന്നുണ്ടെങ്കിൽ എരി കൂടുതലുള്ള മുളക് പൊടി യൂസ് ചെയ്യാം. ഞാൻ ഒട്ടും എരിയില്ലാത്ത കാശ്മീരിയാണ്, ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി ചേർത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊഴിച്ച് നമുക്ക് ഇളക്കി നമ്മുടെ കറി അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പക്കറി എന്ന് പറയാം, കപ്പ എരിശ്ശേരി എന്ന് പറയാം, എങ്ങനെ വേണേലും പറയാം. താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ആഗ്രഹമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മുളക് ചെടികൾ. ഞാൻ ബാക്ക് സൈഡിലുള്ളവർ മാത്രമല്ല, ഇതിന്റെ മൂട്ടിലൊക്കെ ആ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടുമ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. കാരണം നമുക്ക് പാവങ്ങൾ എല്ലാ ദിവസവും തരുന്നതല്ലേ. ഓരോ ദിവസവും ആം, പറിച്ചു വെച്ചിരിക്കുന്നത് തീർന്ന ഉടനെ എന്തെങ്കിലും പാതിരാത്രിയാണെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ഓടി അതിന്റെ മൂട്ടിലോട്ട് പോകും, പറിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അരി രാവിലെ തന്നെ അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയം കൂടെ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ അതും വാർത്തിട്ടു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞായിരുന്നു, ഞാൻ കുറച്ച് സാധനങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്തിരുന്നു. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാന്നാണ് പറഞ്ഞത്. അപ്പൊ പല വ്ളോഗിലായതുകൊണ്ട് പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി സാധനങ്ങൾ ഞാൻ ആവശ്യമുള്ളത്, അനാവശ്യമായിട്ട് ഞാനൊന്നും മേടിക്കാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ വരാനുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടി ഇട്ടേക്കാം, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ, താല്പര്യമുള്ളവർ മേടിച്ചോളൂ. അതായത് ഏറ്റവും കൂടുതൽ ഉപകാരം ഇപ്പൊ ഇതാർക്കാന്നറിയാമോ? ജോസ്റ്റാന്. കാരണം ജോസ്റ്റാൻ അടുക്കളയിൽ തിരയിലേക്ക് കയറിയാൽ ഓടി എൻ്റെ അടുത്ത് വരും. ഉള്ളിയുണ്ടോ, ഇഞ്ചി ചിരണ്ടിയതുണ്ടോ, വെളുത്തുള്ളി ഉണ്ടോ, കറിവേപ്പില എവിടെ? ഞാൻ ഓരോന്നും ഓരോ പാത്രത്തിലായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഓടി ഓടി എൻ്റെ അടുത്ത് വരും, ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. കാരണം നമുക്കെല്ലാം അറിയാവൂ എവിടേക്ക് അടച്ചു വെച്ചേക്കുന്നതെന്ന്. പല പാത്രങ്ങളാകുമ്പോൾ അവർക്ക് തുറന്നു നോക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഭയങ്കര ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല സംഭവമാണ്. നമ്മുടെ ഫ്രിഡ്ജിലെല്ലാം ഒതുങ്ങിയിരിക്കും. അത് മാത്രമല്ല, ഈ അങ്ങനെ അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമുക്കിപ്പം ക്യാരറ്റ്, ക്യാബേജ് എന്തെങ്കിലുമൊക്കെ ചോപ്പ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം സൂപ്പോ ഉപ്പുമാവോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതൊക്കെ അരിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യാതിരിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളത് അരിഞ്ഞു വെക്കാൻ വളരെ നല്ലതാണ്. അത് രണ്ട് സെറ്റായിട്ടാണ് കിട്ടിയത്, രണ്ടെണ്ണമാണ് കിട്ടിയത് കേട്ടോ. ഞാൻ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ, ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഡോറിൽ വെക്കാനുള്ള ഒരു സംഭവമാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ലെഫ്റ്റ് ഓവർ വരുമല്ലോ, അതോ തേങ്ങ ചിരകിയത് ബാക്കി വരുമോ ഒക്കെ, ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലായിരുന്നു കമത്തി വെക്കുന്നത്. ഇതിനകത്ത് തന്നെ ഞാൻ ഇങ്ങനെയാണ് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ കറിവേപ്പില അങ്ങനെ വെക്കുന്നതിനോട് എനിക്ക് ഇത്തിരി ഒരു ഇഷ്ടക്കേട് തോന്നി. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നല്ല കറുത്ത കളറായി. അതിനി ഞാൻ കറിവേപ്പില അതിനകത്ത് കുത്തി നിറച്ച് വെച്ചത് കൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ആ മണവും പോയി, കളറും മാറി. ഇനി കുറച്ചിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഞാൻ അതിൽ പിന്നെ കറിവേപ്പില വേറെ പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഞാൻ അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിനകത്ത് ഇപ്പൊ ഒരെണ്ണത്തില് ഞാന് കൊച്ചുള്ളി വെച്ചിട്ടുണ്ട്. ചിലപ്പം സവാള അരിഞ്ഞതിന്റെ ബാക്കിയുണ്ടൊക്കെ ഫ്രിഡ്ജിന്റെ സൈഡ് ഡോറിലായിരുന്നു വെക്കുന്നത്. നേരത്തെയാണ് ഇതിനെല്ലാം ഓരോ സെപ്പറേറ്റ് പാത്രങ്ങളല്ലേ, അപ്പൊ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എത്ര പാത്രങ്ങൾ എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റ ഒരെണ്ണം എടുത്താൽ മതി. അതുപോലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സൂപ്പും ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും അരിഞ്ഞു വെച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അത് അരിയാനുള്ള മടികൊണ്ട് പലപ്പോഴും ഉണ്ടാക്കാതിരുന്നിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര, എത്ര പറഞ്ഞാലും മതിയാവില്ല അത്ര. കാരണം നമ്മളെ മലയാളികളുടെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഉള്ളി ഇതൊന്നും ഇല്ലാത്ത പാചകം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്.
അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒറ്റ പാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി, എല്ലാം അതിനകത്ത് തന്നെയുണ്ട്. മറ്റേ ഫ്രിഡ്ജിന്റെ സൈഡിൽ വെക്കുന്നതാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നി. പ്രത്യേകിച്ച് തേങ്ങ തിരുമിയതിന്റെ ബാക്കി ഞാൻ സ്റ്റീൽ പാത്രത്തിലൊക്കെ ആയിരുന്നു വെക്കുന്നത്. അപ്പൊ എത്ര ആണെങ്കിലും അതിന്റെ പൊടി നമ്മുടെ ഫ്രിഡ്ജിൽ വീഴാറുണ്ട്. ഇപ്പൊ ആ പ്രശ്നവും മാറിക്കിട്ടി. ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് അടുക്കി വെച്ചതായിരുന്നു. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അടുക്കി വെച്ചു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ബെൻസി വാങ്ങിയ ഉടനെ അങ്ങ് യൂസ് ചെയ്തതായിരുന്നു. അല്ല, രണ്ടും നന്നായിട്ട് കഴുകി തുടച്ച ശേഷമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ആരും ചിരിക്കരുത്. ഞാൻ എന്റെ കയ്യുറ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഞാൻ എവിടെ കൊണ്ടുവച്ചാലും പിന്നെ കാണത്തില്ല കേട്ടോ, തപ്പി ഊപ്പാട് വരും. ഇതാവുമ്പോ എളുപ്പമാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. നമ്മുടെ ഫ്രിഡ്ജും കേടാവത്തില്ല, അതായത് പെട്ടെന്ന് അഴുക്കാവത്തില്ല. ബാക്കിയുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും അതിനകത്തോട്ട് കൊണ്ട് വെച്ചാൽ മതി. ഞാൻ തേങ്ങ വറുത്തതും എല്ലാം ഇപ്പൊ ഇങ്ങനെ ഉള്ളതിനകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിപ്പൊ എനിക്ക് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ആപ്പിളും തണ്ണിമത്തനല്ലല്ലോ, മാതള നാരങ്ങയും ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം വേറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇട്ട് വെക്കാം. സ്ഥലം നന്നായിട്ട് കിട്ടും. വലുതായതുകൊണ്ടാണ് ആപ്പിൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അല്ലേ കൊള്ളത്തുള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മേടിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞതുകൊണ്ട് മേടിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. തേങ്ങ വറുത്തത് എനിക്ക് കാപ്പിൽ കുറേ നാളത്തേക്കുണ്ട്. ധാരാളം പേര് എന്റെ ഇത് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.